ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോട്ട് റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, കീൻവ ഉപ്മ. കീൻവയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ വേഗം തന്നെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കീൻവ ഞാനിവിടെ 1.5 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള, 1 ക്യാരറ്റ്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ അതായത് 3 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പിൻ്റെ സ്പ്ലിറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനിവിടെ കീൻവ നന്നായി കഴുകിയ ശേഷം 1.5 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു പാനിൽ മൂടിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് സാധാരണ ഒരു 10 മിനിറ്റിൽ തന്നെ ഇത് നന്നായി വേവ് പാകമായി കിട്ടാറുണ്ട്. കീൻവ നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചെടുത്ത് കടിച്ചു നോക്കി വേവ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വേവ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആക്കിയെടുക്കണം. വേവ് കുറഞ്ഞു പോയാലും ഓവർ കുക്ക്ഡ് ആയാലും ഉപ്പുമാവ് നന്നായി വരില്ല. വേവിച്ച കീൻവ മാറ്റി വെച്ച് നമുക്കിനി ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി ഉഴുന്നുപരിപ്പൊക്കെ മൂത്ത് വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഫൈനായി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി കനം കുറച്ച് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വാട്ടിയെടുക്കണം. സവാള വാടി വരുന്ന സമയത്ത് ഫൈനായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ നാളികേരവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വെയിറ്റ് ലോസ് പർപ്പസിന് വേണ്ടി കീൻവ യൂസ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കീൻവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഉപ്പും എരിവും ഒക്കെ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും ഒപ്പം സൂപ്പർ ഹെൽത്തിയുമായ കീൻവ ഉപ്മ ഇവിടെ റെഡി. കീൻവയിൽ ഫൈബറും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഉപ്മ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.